ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ റോവനേമിയിൽ നിന്ന് ഹെൽസിങ്കിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറില്ലേ, ആൾ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി തന്നു. ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്ന പ്ലാറ്റ്ഫോമിനടുത്ത് തന്നെയായിട്ടായിരുന്നു കാർ നിർത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രെയിനിൽ കയറാൻ സാധിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ഞങ്ങൾ റിസർവ് ചെയ്ത സീറ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി. റെസ്റ്റോറൻറ്റ് സെക്ഷൻ്റെ മുകളിലായിട്ടാണ് ഞങ്ങൾ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിക്കാൻ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സീറ്റൊക്കെ കണ്ടെത്തി ഞങ്ങൾ അവിടെ ഇരുന്നു. പക്ഷേ ലഗേജ് സ്പേസ് വലിയതായിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. റോവനേമിൽ ഞങ്ങൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും ഹസ്കി റൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളതിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവസാന നിമിഷം അവരത് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹസ്കി റൈഡ് നഷ്ടമായി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ, അപ്പുക്കാട് റിസോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ റെയിൻഡിയർ സ്ലെഡിങ് ചെയ്തത്. അവിടെ തന്നെ ഹസ്കി റൈഡിങ്ങും പിന്നെ സ്നോ മൊബൈലിങ്ങും അങ്ങനെ പലതരം ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. നേരത്തെ ബുക്ക് ചെയ്യണം കിട്ടണമെങ്കിൽ. അവിടെ നിങ്ങൾക്ക് താമസിക്കാനും പറ്റും. നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് റൂമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിൽ വയ്ക്കാം. 8.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹെൽസിങ്കിയിലെത്തി. ഹെൽസിങ്കി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഇനിയുള്ള യാത്രയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. മുന്നേ ബെർണോയിലെ ഒരു വീഡിയോയിൽ ഞാൻ അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. ഇനിയുള്ള യാത്രയിൽ അവർ നമ്മളുടെ കൂടെ ഉണ്ടാവും. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ കുറച്ച് നേരം നടന്ന് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളൊരു ട്രാം എടുത്തിട്ടാണ് റൂമിലേക്ക് പോയത്. അന്ന് രാത്രിയിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് നിന്നത്, എല്ലാവർക്കും താമസിക്കാനായിട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ലഗേജൊക്കെ ഒരുക്കി ഇറങ്ങി. നമ്മൾ ഇന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എസ്റ്റോണിയയുടെ തലസ്ഥാനമായ ടാലിനിലേക്കാണ് പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്നത് ക്രൂയിസ് എടുത്തിട്ടാണ്. നവീന്, അശ്വതി പിന്നെ അവരുടെ മോള് ജാനകിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇവരുടെ ഒരു ഫ്രണ്ട് ഹെൽസിങ്കിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹൈദരാബാദുകാരനാണ്. ആൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൾ ഞങ്ങളുടെ കൂടെ ടാലിനിലേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഞങ്ങൾ അവിടെ കൊണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. രാത്രി തന്നെ ആൾ തിരിച്ചു വരും. പിന്നെ ഹെൽസിങ്കിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആൾ വരുന്നത് ഞങ്ങളുടെ കൂടെ. നല്ല മൂടൽ മഞ്ഞുണ്ടായിരുന്നു, അതുകൊണ്ട് കാഴ്ചകളൊന്നും വ്യക്തമായിരുന്നില്ല. ദൂരെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വലിയ തണുപ്പുണ്ടായിരുന്നില്ല, അതൊരു സമാധാനം. ഞങ്ങളുടെ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഒരുപാട് സമയമുണ്ട്. അതിനു മുമ്പായിട്ട് ഹെൽസിങ്കി പാർലമെൻറ്റ് ഹൗസ് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ നടക്കുന്നത്. കുറച്ച് ദൂരെയായിട്ട് മുന്നിലുള്ളത് പാർലമെൻറ്റ് ഹൗസാണ്. കോടമഞ്ഞ് മൂടിക്കിടക്കുന്നതിനാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത്. അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകണം. ഇവിടുന്ന് കാണാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് നടന്ന് ഞങ്ങൾ പാർലമെൻറ്റ് ഹൗസിൻ്റെ അടുത്ത് എത്തി. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് എന്തോ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ പാർലമെൻറ്റ് അടുത്തേക്കായിട്ട് നടന്നത്. ഈ പാർലമെൻറ്റിൻ്റെ അടുത്തായിട്ട് നേരത്തെ കണ്ട പ്രൊട്ടസ്റ്റേഴ്സിനെ അല്ലാതെ വേറെ ആരെയും കണ്ടില്ല. ചുറ്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ചുറ്റിലൂടെയൊക്കെ നടക്കുക എന്നാണ് തോന്നുന്നത്. പിന്നെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ പ്രീ ബുക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പ്രീ ബുക്കൊന്നും ചെയ്തിട്ടില്ല. ഉള്ളിലേക്ക് കയറാനുള്ള ഉദ്ദേശമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകണം എന്ന് മാത്രമാണ് ഉദ്ദേശം. ഇനി ഞങ്ങൾ നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് തിരിച്ചു പോകണം. അവിടെയാണ് ഞങ്ങളുടെ ലഗേജൊക്കെ ഉള്ളത്. നവീൻ്റെയും ഫ്രണ്ടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ലഗേജൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവിടുന്ന് ഞങ്ങൾ ഇനി ട്രാം എടുത്ത് വേണം ക്രൂയിസ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. ഞങ്ങൾ ട്രാം എടുത്തിട്ട് ക്രൂയിസ് സ്പോട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ അടുത്ത് ടിക്കറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇൻക്വയറിയിൽ കാണിച്ചു. അവർ ഞങ്ങൾക്ക് ക്രൂയിസ് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എവിടുന്നാണ് കയറേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മക്കൾ അവിടെ നിന്ന് കളിച്ചു. ഞങ്ങളിവിടെ വെറുതെ ഇരുന്നു.
ബോർഡിങ് സമയമായപ്പോൾ എല്ലാവരും പോയി, ഞങ്ങൾ അവസാനമായി പോയി. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ബോർഡിങ് സമയമായെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങളാണ് അവസാനമായിട്ട് ഇപ്പോൾ ക്രൂയിസിലേക്ക് കയറാൻ പോകുന്നത്. ആ കാണുന്നതാണ് നമ്മൾ പോകുന്ന ക്രൂയിസ്. ഇതാണ് എൻട്രൻസ്. നമ്മളിപ്പോൾ ഉള്ളത് 8th ഫ്ലോറിലാണെന്ന് തോന്നുന്നു. 9th ഫ്ലോറിലോ 10th ഫ്ലോറിലോ ആണെന്ന് തോന്നുന്നു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉള്ളത്. എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞങ്ങൾ ലിഫ്റ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി. നമ്മളിരിക്കുന്ന സ്ഥലത്ത് മുഴുവനും റെസ്റ്റോറൻറ്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫുഡുകൾ ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ നോക്കി വയ്ക്കുന്നുണ്ടായിരുന്നു എവിടെ കയറണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ് ഞങ്ങളിപ്പോൾ. റെസ്റ്റോറൻറ്റ് ഏരിയ എന്നൊക്കെ മാറിയിട്ട് കുറച്ച് അകന്നുള്ളൊരു സ്ഥലത്ത് ഇരിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ തോന്നി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിൽ കാര്യമില്ല, ഷിപ്പിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഷിപ്പിലെ മറ്റു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നടന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ടെറസ് ഏരിയയിലേക്കായിരുന്നു. അവിടെ എത്തിയോക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് കുറേ പേര് സ്മോക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും അവിടെ നിന്നിട്ടില്ല. ഞങ്ങൾക്ക് ഷിപ്പ് മൂവ് ചെയ്യുന്നതൊന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്ന് കണ്ടു. എന്നിട്ട് ഒരു സ്റ്റെപ്പ് കണ്ടപ്പോൾ ആ സ്റ്റെപ്പിൽ ഇറങ്ങി. അപ്പോൾ ഒരു നല്ല ഭംഗിയുള്ളൊരു ഏരിയയിലാണ് എത്തിയത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഷിപ്പ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലാത്ത ഭാഗത്തൂടെയൊക്കെ നമ്മൾ നടക്കുമ്പോൾ സത്യത്തിൽ ഷിപ്പിലാണെന്നുള്ള തോന്നുകയില്ല. ഇവിടുന്ന് നമുക്ക് വെള്ളം കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഷിപ്പിലാണ് ഉള്ളതെന്ന്. ഞങ്ങൾക്ക് ഈ ഷിപ്പിൻ്റെ എല്ലാ ഭാഗവും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സത്യത്തിൽ കാൽ ഭാഗം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ആകെ 2 മണിക്കൂറാണല്ലോ യാത്രയുള്ളത്. അതിൽ കുറേ സമയം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സമയം പോകുന്നുണ്ടല്ലോ. പിന്നെ ഉള്ള സമയം കൊണ്ട് നമുക്ക് എല്ലാ ഭാഗമൊന്നും കാണാൻ പറ്റില്ലല്ലോ. എന്നാലും കുറേ ഭാഗങ്ങളൊക്കെ കണ്ടു. പറ്റുന്നവരൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ക്രൂയിസ് ട്രിപ്പ് നടത്തണം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ട്രിപ്പ്. സത്യത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെന്ന് തോന്നുകയില്ല. നമ്മളേതോ ഒരു മാളിൻ്റെ ഉള്ളിലാണുള്ളതെന്ന് തോന്നും. ഒരുപാട് ഫുഡ് ഓപ്ഷന്, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷന്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഒരു എത്ര മണിക്കൂറാണ് യാത്ര ചെയ്യുന്നത്, ആ സമയം പോകുന്നതേ അറിയില്ല. ഇനി നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും അവസാനം എത്തപ്പെടുക ഡിസേർട്ട് ഏരിയയിലാണ്. കാരണം പോർക്ക് ഉള്ളതുകൊണ്ട് അധികം നോൺ വെജിറ്റേറിയൻ ഒന്നും ഞാൻ സെലക്ട് ചെയ്യാറില്ല. പിന്നെ വെജ് ഓപ്ഷൻസൊക്കെ നോക്കുക. അപ്പം വെജ് ഓപ്ഷൻ എടുക്കുന്നതിന് പകരം ഞാൻ എടുക്കുക ഡിസേർട്ടാണ്. സാധാരണ ഞാനിപ്പോൾ മധുരം അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ യാത്രയിൽ ഞാൻ മധുരമാണ് പ്രിഫർ ചെയ്യുക. പിന്നെ ഞങ്ങൾ നടന്നിട്ട് കുട്ടികളുടെ ഒരു പ്ലേ ഏരിയയിലെത്തി. അവിടെ ഒരാൾ ബലൂൺ കൊണ്ട് പല രൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഒന്ന് ഉണ്ടാക്കിയിട്ട് ആൾ കൊടുത്തു. ആള് പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചിലർക്ക് കുരങ്ങിൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ആളുണ്ടാകുന്നത് ഹാർട്ട് ഷേപ്പാണ്. ആ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആൾ തന്നെ ഫേസ് പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ മോളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഫേസ് പെയിൻറ്റ് ചെയ്യണമെന്ന്. ഖത്തറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് ഫേസ് പെയിൻറ്റ് ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഈ ഷിപ്പിൽ നിന്ന് അവൾക്ക് സാധിച്ചു. ആദ്യം ജാനുവിൻ്റെ മുഖത്താണ് പെയിൻറ്റ് ചെയ്തത്. അതിന് ശേഷമാണ് എൻ്റെ മോളുടെ മുഖത്ത് പെയിൻറ്റ് ചെയ്തത്. ആൾ മോളോട് ആദ്യം തന്നെ ചോദിച്ചു എന്താ പെയിൻറ്റ് ചെയ്യേണ്ടത്, ഫ്ലവർ വേണോ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വേണോയെന്ന്. അപ്പോൾ ഫ്ലവർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഫ്ലവറാണ് ആൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് നടന്നത്. ഷിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് അവളുടെ ഒരു ആഗ്രഹം നടക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഫേസ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം. പ്ലേ ഏരിയയിൽ കുറേ മിററൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് മുഖം നോക്കുന്നുണ്ടായിരുന്നു ആൾ. പിന്നെ പ്ലേ ഏരിയയിൽ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുപ്പിച്ചു ആൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫ്ലോറിന് താഴെയായിട്ട് ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ടായിരുന്നു. ആ ഷോപ്പിംഗ് ഏരിയയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ ഓൾറെഡി ടാനിൽ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോൾ ടാലിൻ്റെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോസിൽ വരിക. അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.